ഇതിപ്പോൾ നമ്മൾ എയർ ലെയറിങ് ചെയ്ത തൈകളാണ്. ചെറുനാരങ്ങയുണ്ട്, പേരക്കുണ്ട്. നമ്മൾ കുറച്ച് ദിവസം ഇതിലേക്കൊന്നും ഇറങ്ങാതെ ഇരുന്നപ്പോൾ ബാക്കിയായ തൈകളാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ചെറിയ ചട്ടിയിലേക്ക് ആക്കിയിട്ട് ഇതിൻ്റെ പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരണം, പൂക്കളും കായ്കളൊക്കെ ആയിട്ട്. എന്നിട്ട് വേണം ഇത് ആവശ്യക്കാർക്ക് കൊടുക്കാൻ. അപ്പോൾ അതിനുള്ള പണിപ്പുരയിലാണ്. കാരണം ഇതൊക്കെ നോട്ടമില്ലാതെ വളരെ ശോഷിച്ചു പോയി. പിന്നെ ഇതൊക്കെ വരണ്ടു പോയി നിൽക്കുന്ന പോലെയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല രീതിയിലാവുന്നത് നമുക്ക് കാണാം. ചട്ടിയിലൊക്കെ ആക്കിയതിൻ്റെ ശേഷം 9 ചട്ടിയാണ്, ഇവിടെയുള്ള ചട്ടി തന്നെയാണ്. ഈ കുരുമുളകിൻ്റെ പ്ലാന്റുകളൊക്കെ ആ സമയത്ത് കേടുവന്ന ചട്ടികളാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് 9 പീസുണ്ട്. അപ്പോൾ ആ 9 പീസിനനുസരിച്ച് നമ്മൾ ചട്ടി എടുക്കും. അപ്പോൾ അതിന് വേണ്ട ചാണകപ്പൊടിയാണ് ഇപ്പോൾ ഇത്. ഓരോ പ്ലാന്റും നമ്മൾ എടുത്തിട്ട് നമ്മളിതിൻ്റെ കവറ് നമുക്ക് തന്നെ വേണം. നിങ്ങളിതേപോലെ ചെയ്യരുത് കേട്ടോ. കാരണം നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കവറ് കീറിയിട്ട് വേണം എടുത്ത് വെക്കാൻ. നമ്മളിതെങ്ങനെയുണ്ട് ചെയ്താൽ വേര് ഒന്ന് ഇളക്കം പറ്റിയാലും കുഴപ്പമില്ല, നമ്മളതിൻ്റെ രീതിയിലൊക്കെ നട്ടുപിടിപ്പിക്കും. എന്നാൽ നിങ്ങൾ വേരിളക്കം പറ്റി ചിലപ്പം തൈകളൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ കവറ് കീറിയിട്ട് എടുത്താൽ മതി. നമുക്ക് യൂസ് ചെയ്യാൻ കവറ് വേസ്റ്റ് ആക്കേണ്ടതെന്ന് കരുതി നമ്മൾ ഊരിയെടുത്താൽ. അപ്പോൾ ഇതിങ്ങനെയാണ് നടല്. കുറച്ച് ചാണകപ്പൊടി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് ചാണകപ്പൊടി അടിയിലിട്ട് കൊടുക്കുക. എന്നിട്ട് തൈ നമ്മൾ നട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് ചാണകപ്പൊടി കൊണ്ട് ഇട്ട് കൊടുത്താൽ ഫില്ലായി. കാരണം ഇതിനിപ്പോൾ അത്രയേ ഉള്ളൂ. ഇതിൽ മണ്ണിടേണ്ട ആവശ്യമില്ല, ഫില്ലായി. വേണമെങ്കിൽ കുറച്ച് മണ്ണ് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്താൽ മതി. കുറച്ച് മണ്ണിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ വളർത്തൊക്കെ നമുക്ക് കാണാം. ഇനി 2 ദിവസം കഴിഞ്ഞിട്ട് ഇതിവിടെ പ്രൂണിങ് ചെയ്ത് കൊടുക്കാം. 2 ദിവസം കഴിയുന്നില്ല, അപ്പോൾ തന്നെ പ്രൂണിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് നിറയെ വേരുകളാണ്. കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ തൈ വെച്ച് കൊടുക്കുക. കുറച്ചും കൂടി ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മണ്ണിട്ട് കൊടുക്കുക. ഇത്രയും പണിയുള്ളൂ. അപ്പോൾ ചെയ്യുന്ന കാര്യമൊക്കെ അതിരാവിലെ തന്നെ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെ പോളിസി. അപ്പോൾ ചെയ്യുന്ന ജോലികളൊക്കെ നമ്മൾ അതിരാവിലെ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളേതായിട്ടുള്ള ജോലികളൊക്കെ നമുക്ക് ചെയ്ത് തീർക്കാം എന്നതാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ അതിൻ്റെ സുരക്ഷിതമായ രീതിയിൽ തന്നെയൊക്കെ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 10 കവറോളം നമുക്ക് വീണ്ടും കിട്ടി, റീയൂസ് ചെയ്യാൻ നമുക്ക് കിട്ടിയെന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു പ്ലാന്റ് കിട്ടിയാൽ ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ചെറിയ ചട്ടിയല്ല വേണ്ടത്. നമുക്ക് നിങ്ങൾക്ക് ചെയ്യുമ്പോൾ അതുപോലുള്ള വലിയ ചട്ടികളാണ് ഉപയോഗിക്കേണ്ടത്. കാരണം ഇതിപ്പോൾ നമ്മൾ സെയിൽസിനുള്ളതായതുകൊണ്ടാണ് നമ്മൾ ചെറിയ ചട്ടി ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കവറ് റിമൂവ് ചെയ്യാൻ നിൽക്കരുത്. കവറ് പിന്നെ കട്ട് ചെയ്തെടുക്കുക. കാരണം നിങ്ങൾ ഇതിനെപ്പറ്റി വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കവറ് കട്ട് ചെയ്തെടുക്കുന്നതാണ് നിങ്ങൾക്ക് സുരക്ഷിതം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒക്കെ കാണുക. താല്പര്യമുള്ളവരൊക്കെ നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.